സ്മാർട്ട് റോഡിനെ ചൊല്ലിയുള്ള വിവാദം പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. ക്രെഡിറ്റിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലുള്ള പോര് ഒരു വശത്ത്, തദ്ദേശ മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഫ്ലക്സ് ബോർഡിൽ നിന്നും ഒഴിവാക്കിയെന്ന വിവാദം മറുവശത്ത്. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഉള്ളിൽ തന്നെ തർക്കം എന്നൊരു വാർത്ത വരുന്നത്. വകുപ്പുകൾ തമ്മിലെ തർക്കത്തിൽ CPIM-ഉം പ്രതിസന്ധിയിലാണ്. വിവരങ്ങളുമായി സ്മാർട്ട് റോഡിൽ നിന്ന് സ്മാർട്ടായി നമ്മുടെ റഹീസ് റഷീദ് ഉണ്ട്. ഒപ്പം വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ റോഷിപാലം തയ്യാറാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം സ്മാർട്ട് റോഡിലേക്ക് തന്നെ പോകാം. റഹീസ് റഷീദ്, റോഡ് നല്ല സ്മാർട്ടാണ്, അതിൽ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലുമാണ്. റഹീസ്, ഈ വൈകുന്നേരം നിന്ന് നമ്മൾ ഈ വിവാദത്തെക്കുറിച്ച് പറയുമ്പോൾ മന്ത്രിമാർക്കിടയിൽ തന്നെ ഈ സ്വന്തം മുഖം അത്ര വലുതായി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള തർക്കമുണ്ട് എന്നതൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുമ്പോൾ ഇന്നലെ അവരതൊക്കെ നിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും തർക്കം ഉണ്ടല്ലേ റഹീസ്? സുജി, അവരൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും തർക്കമുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു, MP രാജേഷ് നിഷേധിച്ചു, PM മുഹമ്മദ് റിയാസ് ആണെങ്കിൽ അതേക്കുറിച്ച് നോ കമൻസ് ആണ് ഇതുവരെയുള്ളത്. ഒരുപക്ഷെ വൈകുന്നേരം പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. എന്താണേലും ആ പ്രശ്നത്തിൻ്റെ തുടക്കം ഈ കാണുന്നതാണ്. ഇതാണ് MP രാജേഷ് പ്രശ്നമായി കാണുന്ന ഫ്ലെക്സ് ബോർഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പടം മാത്രമാണുള്ളത്. പക്ഷേ ഈ സ്മാർട്ട് റോഡിന് പണം നൽകിയിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്, അത് MP രാജേഷിൻ്റെ വകുപ്പാണ്. സ്വാഭാവികമായും MP രാജേഷിൻ്റെ പടം കൂടി ഇതിനകത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ 1 രൂപ പോലും സ്മാർട്ട് റോഡിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ MP രാജേഷിനൊപ്പം അല്ലാത്ത അല്ലെങ്കിൽ PM മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഫ്ലെക്സ് ബോർഡിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 62 റോഡുകളുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ 16-ാം തീയതി നടന്നത്. അതുകൊണ്ടാണ് PM മുഹമ്മദ് റിയാസിന്റെ എന്നതാണ്. ഇതിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനും അതിനകത്ത് ഒരു സേ പറയാനുണ്ടാകുമല്ലോ. നിതിൻ ഗഡ്കരിയോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും ഒക്കെ അതിൽ ഒരു ഭാഗത്തെങ്കിലും ചെറുതായിട്ടെങ്കിലും വരേണ്ടതല്ലേ? തീർച്ചയായും. ഇതിനകത്ത് സ്മാർട്ട് റോഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ടുള്ളത്. ബാക്കി 62 റോഡുകളിൽ ബാക്കി വരുന്ന റോഡ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മറ്റു റോഡുകളാണ്. ആ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓൺ റോഡാണ്, സ്വന്തം റോഡ് തന്നെയാണ്. പക്ഷേ അതിലെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച അല്ലെങ്കിൽ ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഈ വെള്ളയമ്പലം മുതൽ ഉള്ള റോഡാണ് പ്രധാനപ്പെട്ട റോഡ്. ഈ റോഡിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുമ്പോൾ സുജയ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മാന്യത അനുസരിച്ചാണെങ്കിൽ 50% ഫണ്ട് മുടക്കിയ കേന്ദ്രത്തിൻ്റെ ആളുകൾ, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ പോലുള്ള ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ സാധാരണഗതിയിൽ വരേണ്ടതാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് BJPയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരാളെ പോലും വിളിച്ചുമില്ല. സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തുണ്ട്, അവരാരെയും വിളിച്ചുമില്ല. അതിന് ഒരു മറുപണി എന്ന നിലയിൽ BJP ചെയ്തത് ഈ ഭാഗത്ത് മുഴുവൻ BJP ഒരു ഫ്ലക്സ് വെച്ചു. ഇത് CPM അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വെച്ചാണെങ്കിൽ BJP ഫ്ലക്സിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലും പറഞ്ഞില്ല. നരേന്ദ്രമോദിജിക്ക് നന്ദി എന്ന് പറഞ്ഞ് വ്യാപകമായി ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു. റോഡിലൊക്കെ ഇങ്ങനെ ഫ്ലക്സ് വെച്ചതിന് ഇനിയിപ്പോൾ ദേവൻ രാമചന്ദ്രന്റെ ഹൈക്കോടതി ബെഞ്ച് അടുത്ത സ്വമേധയാ ഇടപെടൽ നടത്താൻ പോകുന്നു തിരുവനന്തപുരത്ത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഫ്ലക്സ് വെച്ച് പാത മറക്കരുത് എന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്.